ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വർക്കിൻ്റെ മെറ്റീരിയൽസാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണുക. വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തുകൊണ്ട് കാണാം കേട്ടോ. അപ്പോൾ ഒരുപാട് ആളുകളുടെ പ്രശ്നമാണല്ലേ മെറ്റീരിയൽസ് ഒന്നും കയ്യിലില്ല എന്നത്, അതുപോലെ എങ്ങനെ ചെയ്യണം എന്ന ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാനുള്ള താല്പര്യമുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോക്ക് ലാസ്റ്റൊക്കെ ആയിട്ട് ഞാൻ അതിനെക്കുറിച്ചൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വർക്ക് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. നമ്മളുടെ ക്രിസ്റ്റലിൻ്റെ മൾട്ടി കളറാണ് ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു ബീഡ്സും അതുപോലെ നമ്മളുടെ ഷുഗർ ബീഡ്സും ഗിയർ വയർ ഫിഷിംഗ് കൊളത്ത് ഇത്രയും ഐറ്റംസ് ഉൾക്കൊള്ളിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വർക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു വർക്കിൻ്റെ ഫൈനൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിൽ അത്ര ഇഷ്ടമാവും എന്നാണ് എൻ്റെ ഒരു വിചാരം. കാരണം എനിക്ക് അത്രത്തോളം ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അത്രയും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും അത് നമ്മളെ കൊണ്ട് ടാസ്ക് ആണ് എന്നത്. പക്ഷേ നമ്മൾ ആ ഒരു വീഡിയോ കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പറ്റും ഇത്രയും സിമ്പിളായിരുന്നോ ഈ ഒരു ഡിസൈന് എന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് ഇങ്ങനെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഗിയർ വയർ എത്രയാണോ അളവ് വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക. എന്നിട്ട് അതിലോട്ട് നമ്മുടെ ഫിഷിംഗ് കൊളത്ത് ആഡാക്കി കൊടുക്കുക. എന്നിട്ട് രണ്ടറ്റവും ഒരേ ലെവലിൽ പിടിക്കുക. ഈ രണ്ടറ്റം ഒരേ ലെവലിൽ പിടിക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളിത് ലോക്ക് ചെയ്ത് വരുമ്പോൾ ഒരു ഭാഗം ചെറുതും ഒരു ഭാഗം വലുതായി പോകും. അങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അളവ് നമുക്ക് കിട്ടിക്കോളുന്നില്ല. പിന്നീട് നമ്മളത് ജോയിൻ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഇത്തിരി ടാസ്ക് ആണ്, ഗിയർ വയറിലായാലും ബാൻഡ് എലാസ്റ്റിക്കിലായാലും ഒക്കെ കേട്ടോ. അപ്പോൾ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം ആദ്യം ഫിഷിംഗ് കൊളത്ത് ആഡ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഒരു സൈഡിലായിട്ട് നമ്മൾ 3 നമ്മളുടെ ഷുഗർ ബീഡ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇടുന്ന ബീഡ്സുകളെല്ലാം താഴെ പോവാണ്. കാരണം സീറോ സൈസിലുള്ള ബീഡ്സ് ആണല്ലോ, അതുകൊണ്ട് നമ്മളുടെ കയ്യിൽ അത് നിൽക്കുന്നില്ല, താഴെ പോവാണ്. എങ്കിലും നമ്മൾ വിട്ടുകൊടുക്കില്ല എന്നൊരു വാശിയിൽ തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതേ ഒരു സെയിം രീതിയിൽ തന്നെയാണ് മറ്റേ സൈഡിലുള്ള വലത് സൈഡിലുള്ള ഗിയർ വയറിലും നമ്മൾ 3 ഷുഗർ ബീഡ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവേണ്ടെന്ന് വിചാരിക്കുന്നത്. പിന്നെ നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഗിയർ വയർ ചുളിയാതെ ശ്രദ്ധിക്കണം കേട്ടോ. ചുളിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ കാണിക്കുന്ന ഒരു പ്രശ്നം നിങ്ങൾക്കും അനുഭവപ്പെടാം. എങ്കിലും ആ ഒരു പ്രതിസന്ധിയിൽ നിന്ന് നമ്മൾ തരണം ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ സാവകാശം നമ്മളത് ഒന്ന് പ്രസ് ചെയ്ത് ശരിയാക്കി കൊടുത്താൽ മതി. ഒറ്റയടിക്ക് നമ്മളത് കാര്യം സാധിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ആളുകളുണ്ടല്ലേ വീട്ടിലിരുന്ന് വരുമാനം ആഗ്രഹിക്കുന്ന ആളുകൾ, അവർക്ക് തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ആക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ സൈഡിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ബണ്ണിൻ്റെ മെറ്റീരിയൽസ്, എയർ ഓയിൽ, അതുപോലെ ഹെയർ ബോ ഐറ്റംസ്, ഈ 3 ഐറ്റംസ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽസാണ് വേണ്ടത് വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ആക്കിക്കോളൂ കേട്ടോ. വാട്സപ്പ് ആയാലും കോൾ ആയാലും നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, വളരെ സിമ്പിളാണ്. ഫസ്റ്റായിട്ട് ചെയ്യുന്ന ആളുകൾക്കുള്ള ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് വീഡിയോക്ക് താഴെ നിങ്ങൾക്ക് റീപ്ലൈ തരാൻ കഴിഞ്ഞോണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് വാട്സപ്പിൽ നിങ്ങൾ ചോദിക്കുക എന്ന് നമ്മൾ എഴുതി വിടുന്നത് കേട്ടോ. ഇതിന് ശേഷം ഇതുപോലെ ഒരു ഷുഗർ ബീഡ്സ് എടുക്കുക, എന്നിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ വീഡിയോ മനസ്സിലാക്കുക, ഞാൻ പറയുന്ന കാര്യങ്ങളും ശ്രദ്ധിക്കുക കേട്ടോ. ഓരോ വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് ഇത്തിരി എന്താ പറയുക മനസ്സിന് ഒരു സന്തോഷം കിട്ടുക എന്നുള്ളത് എൻ്റെ ഒരു വീക്ക്നെസ്സാണ് കേട്ടോ. കാരണം ഞാൻ ഇങ്ങനത്തെ ഓരോ വർക്കുകളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി സന്തോഷമാണ്. കാരണം നമ്മളുടെ മൈൻഡ് വേറൊരു ഭാഗത്തോട്ട് പോകുന്നേ ഇല്ല. നമ്മൾ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ആകുന്നത് വരെ നമ്മൾ അതിൽ തന്നെ ആയിരിക്കും നമ്മളുടെ മനസ്സ് പോകുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ഒരു സൈഡിലുള്ള ഗിയർ വയറിലൂടെ നമ്മൾ 2 ബീഡ്സ് ഇട്ട് കൊടുക്കുക. ക്രിസ്റ്റലിൻ്റെ ബീഡാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, 2 ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റേ സൈഡിൽ നമ്മൾ ഒരു ക്രിസ്റ്റലിൻ്റെ ബീഡാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കറക്റ്റായിട്ട് ഓരോ പാറ്റേണും ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഓരോ വീഡിയോസിലും. അപ്പോൾ നിങ്ങളത് മിസ് ചെയ്യാതെ തന്നെ ഓരോ വീഡിയോസും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെ വേണം നിങ്ങൾ കാണാനും അതുപോലെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനും കേട്ടോ. ഒത്തിരി ആളുകൾ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ കൂടെ തന്നെ തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട്. അവരോടൊക്കെ ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. കാരണം അവർക്കൊക്കെ നമ്മൾ കാരണത്താൽ നമ്മൾ നിങ്ങൾക്കൊരു എന്താ പറയുക കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നത്. ഞാൻ ജസ്റ്റ് ഒരു കാരണം മാത്രമാണ് അതിന്. നിങ്ങളുടെ കഴിവും കൂടിയാണ് നിങ്ങളതിൽ തെളിയിക്കുന്നത്. ഓക്കെ, അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കാണാം കേട്ടോ. ഒരു സൈഡിൽ 2 ഷുഗർ ബീഡ്സ് എന്ന് പറയുന്നത് 2 നമ്മളുടെ ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മറ്റേ സൈഡിൽ ഒരു ബീഡ്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലത്തെ ഒരു ഷുഗർ ബീഡ്സ് ഇട്ടിട്ട് അത് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്.
കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും അതിൻ്റെ ഒരു പൊസിഷൻ എങ്ങനെയാണ് നീങ്ങുന്നത് എന്നുള്ളതല്ലേ. അപ്പോൾ ഇനി ബാക്കി ഭാഗങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കാണാം കേട്ടോ. കുറച്ച് കാര്യങ്ങൾ ഞാൻ സംസാരിച്ചോട്ടെ. കാരണം എന്നോട് ചോദിക്കുന്ന പേഴ്സണലായിട്ട് വാട്സപ്പിൽ വരുന്ന മെസ്സേജാണ്. ഒരുപാട് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ ഹെയർ ബോ ഐറ്റംസിൻ്റെ ക്ലാസ് എടുക്കുന്നുണ്ടോ താത്ത? അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്താ പറയുക, ഒരു പേർക്ക് രണ്ട് പേർക്കൊക്കെ നമ്മൾ ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞാൽ ഇത്തിരി ടാസ്ക്കാണ് നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ അറിയുന്നവരുടെ കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്, അറിയാത്ത ആളുകൾ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതുപോലെ പേഴ്സണലായിട്ട് ക്ലാസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ആക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്ലാസ്സിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അപ്ലോഡാക്കി തരാം. ഓക്കെ. കാരണം വേറെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞത് നോക്കട്ടെ, ഒരു 5 പേരൊക്കെ നമുക്ക് ഓക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ് എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുവരെ നിങ്ങൾ നമ്മുടെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചില ആളുകൾക്ക് വരുന്ന പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ ഒരാൾക്ക് രണ്ടാൾക്ക് നമുക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാൻ കഴിയില്ല. കാരണം നമുക്ക് ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതൊരു ക്ലാസ്സാണ്. ഓക്കെ. കാരണം വാട്സപ്പിൽ ഫോർവേഡ് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്, വീഡിയോസ് ആയാലും ഒക്കെ. അപ്പോൾ ആ ഒരു ലിമിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനൊരു യൂട്യൂബിലോട്ട് അത് മാറ്റിയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് ഓൾ ഓപ്ഷൻ അടിച്ചിടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും അതാത് ടൈമുകളിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരും. പിന്നെ നിങ്ങൾക്ക് അത് കണ്ട് തന്നെ നിങ്ങളുടെ ഒഴിവിനനുസരിച്ച് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നാൽ മതി. ഇനി നിങ്ങൾക്ക് ക്ലാസ് തന്നെ വേണമെന്നുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അറിയാത്തവരെ മാത്രമാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അറിയുന്നവർക്ക് ഏകദേശം ഐഡിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടല്ല, അറിയാത്ത ആളുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട് അറിയാത്ത ആളുകൾ. അങ്ങനെ നമുക്ക് 2-3-4 മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു കാര്യം നിങ്ങളിലേക്കും കൂടി ഇൻക്ലൂഡ് ആക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. ഓക്കെ. അപ്പോൾ നിങ്ങൾ വർക്കിൽ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? നമ്മൾ പറയുന്ന കാര്യങ്ങളും വർക്കിൽ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം നമ്മളിപ്പോൾ ഒരു റെഡ് ചെയ്തിട്ടുള്ളത് ഒരു സൈഡിലോട്ടാണ് അല്ലേ. അപ്പോൾ ആ ഒരു സൈഡിൽ നിന്ന് നമ്മൾ വീണ്ടും ഒരു സൈഡിൽ 3 ഷുഗർ ബീഡ്സ്, മറ്റേ സൈഡിൽ 3 ഷുഗർ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും അത് ലോക്കാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലോക്കിംഗ് സിസ്റ്റം വരുന്ന ഭാഗത്തോട്ടാണ് പിന്നീട് അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു സൈഡിൽ വൈറ്റ് ബീഡും മറ്റേ സൈഡിൽ വൈറ്റ് 2 ബീഡുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് കറക്റ്റായിട്ട് ആ ഒരു പാറ്റേൺ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. വീണ്ടും പറയുകയാണ്, നിങ്ങൾ ഒരുപാട് ആളുകൾ ലൈക്ക് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ട് കേട്ടോ. നമ്മളുടെ വ്യൂസിനനുസരിച്ച് നമുക്ക് ലൈക്കില്ല എന്നതാണ്. അപ്പോൾ അത് ഒത്തിരി സങ്കടമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് 1 രൂപ പോലും ചിലവില്ലാതെ നിങ്ങളിലേക്ക് ഓരോ മേക്കിംഗ് ക്ലാസ്സുകളും ഞാൻ എത്തിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിന് ഇത്തിരി കഷ്ടപ്പാടോട് കൂടിയിട്ടാണെങ്കിലും നിങ്ങൾക്കൊരു 10 രൂപ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പരമാവധി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എല്ലാവരുടെ കാര്യമല്ല, ചെയ്യാത്ത ആളുകളോട് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ അടുത്ത ഭാഗവും ഇതുപോലെ കണ്ടിന്യൂസ് ആയി ചെയ്യുക കേട്ടോ. ഒത്തിരി ആളുകൾക്ക് എന്താ പറയുക, നമ്മൾ ഓരോ ഭാഗങ്ങളും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ചില ആളുകൾക്ക് നമ്മൾ ഒരു ഭാഗം കാണിച്ചു കൊടുത്ത് മറ്റു ഭാഗം കാണിക്കാതെ ഫില്ലാക്കി കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തോന്നും ബാക്കി എങ്ങനെ ചെയ്തതെന്നല്ലേ. അത് സ്വാഭാവികമാണ്. കാരണം നമുക്ക് തോന്നുന്നൊരു കാര്യം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് കറക്റ്റായിട്ട് ഓരോ ഭാഗങ്ങളും എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളതെന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു ലാസ്റ്റിലോട്ടായിട്ട് നമ്മൾ ഇത്തിരി സ്പീഡാക്കിയിട്ടിട്ടുണ്ട്. അതിന് കാരണം കൂടിയുണ്ട് കേട്ടോ. കാരണം സ്പീഡാക്കിയിടാനെന്ന് വെച്ചാൽ എല്ലാം കൂടി ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കത് ബോറടിക്കും. പറയുന്ന ഞാനൊത്തിരി ടാസ്ക് ആണ് ഈ കാര്യം പറഞ്ഞ് ചിലപ്പോൾ വർക്കിൻ്റെ കാര്യങ്ങൾ വിട്ടുപോകും. അപ്പം നിങ്ങൾക്കും വർക്കിനോടുള്ള ആ ഒരു ഇത് മാറി ഞാൻ പറയുന്ന കാര്യത്തിൽ മാത്രമായിരിക്കും നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അത് രണ്ടും വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഏകദേശം നമ്മൾ അത്രത്തോളം ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് നമ്മൾ സ്പീഡാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവേണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് പൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ചെയ്യുന്ന ഓരോ വർക്കുകളും നിങ്ങൾ ഡെയിലി ട്രൈ ചെയ്ത് നോക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ബണ്ണിൻ്റെ മെറ്റീരിയൽസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ബണ്ണിൻ്റെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് കട്ടാക്കി സെയിൽ ചെയ്യാൻ മാത്രമല്ല പറ്റുക, ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബണ്ണിൻ്റെ മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഹെയർ ബോ ഐറ്റംസ് ആയിട്ടും ഒക്കെ, സെൻറ്റർ ക്ലിപ്പായിട്ടൊക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കണ്ട് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ തുടരണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം.
ഓക്കെ. അപ്പോൾ ഏതൊരു ബിസിനസ്സിലായാലും നമ്മൾ അതിൻ്റേതായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടി മുന്നേറുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വേറെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഒരു വീഡിയോസിലായിട്ട് അത് ഒതുങ്ങുന്നില്ല. കാരണം ഓരോരുത്തർ ചോദിക്കുന്ന സംശയങ്ങളാണ്. അതിനുള്ള റീപ്ലൈകൾ കറക്റ്റായിട്ട് പറയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണ് ഞാനത് പറയുന്നത് കേട്ടോ. ഓരോന്നോരോന്നായിട്ട് ഓരോ വീഡിയോസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കറക്റ്റായിട്ട് നമ്മളെ വീഡിയോസ് കാര്യങ്ങൾ നമ്മുടെ വർക്ക് കാര്യങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനലിലോട്ട് കടക്കാനുള്ള ഒരു കാര്യങ്ങളാണ് ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ എല്ലാവരും വീട്ടമ്മമാരാണല്ലേ. ഒത്തിരി ആളുകൾ നമ്മുടെ വീഡിയോസ് കാണുന്ന ഒത്തിരി ആളുകളും വീട്ടമ്മമാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വർക്കുകൾ ചെയ്തിട്ട്, ചെയ്യാത്തവരോടാണ് ഇതുപോലെ വർക്കുകൾ ചെയ്തിട്ട് നമ്മൾ മുന്നേറുക, നമ്മളുടെ അവസരങ്ങൾ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നതാണ് കേട്ടോ. കാരണം ഓരോ ടൈമുകളിലായിട്ട് നമ്മൾ വെറുതെ ഇരുന്ന് ടെൻഷന് കാര്യങ്ങളൊക്കെ മനസ്സിന് കൂടുതലായിട്ട് കൊടുക്കാതെ ഇതുപോലത്തെ കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി മനസ്സിന് സമാധാനം കിട്ടും കേട്ടോ. ഓക്കെ. അപ്പം നിങ്ങൾ ലാസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഫൈനലിലോട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ആ ഒരു എൻഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഗിയർ വയർ നല്ല രീതിക്ക് തന്നെ ചുരുട്ടി കൊടുക്കുക. ചുരുട്ടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓവറായിട്ട് ചുരുട്ടരുത് കേട്ടോ. കാരണം അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ടാവും. അപ്പോൾ അതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല രീതിക്ക് തന്നെ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ മുമ്പോട്ട് നീങ്ങാൻ കേട്ടോ. എന്നതിന് ശേഷം നമ്മളുടെ ചെയിനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ എല്ലാ വീഡിയോസും ഞാൻ കാണിക്കുന്നുണ്ട് കറക്റ്റായിട്ട്. കാരണം ചില ആളുകൾ ആ ഒരു വീഡിയോസൊക്കെ കാണാതെ ഈ ഒരു വീഡിയോ മാത്രമായിരിക്കും ഫസ്റ്റ് ടൈമായിട്ട് കാണുന്നത്. അപ്പോൾ അവർക്ക് ഇത് മനസ്സിലാവില്ല. അപ്പോൾ അതും കൂടി നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിച്ചാലാണ് അവർക്കത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതും കൂടി വിചാരിച്ചത് കൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓരോ കാര്യങ്ങളും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനലിലോട്ടാണ് നമ്മൾ കിടക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ എത്രത്തോളം ഭംഗിയിലാണ് നമുക്കിത് ലാസ്റ്റ് ഒരു ഫൈനലിലോട്ട് വന്നപ്പോൾ നമുക്കിത് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകുന്നുണ്ടാവും. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ ഏതാണോ അത് നിങ്ങൾ ചൂസ് ചെയ്യുക. ഞാൻ ഓൾറെഡി മൾട്ടി കളർ ആണെന്ന് ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മൾട്ടി കളർ ചൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ നാളെ നമ്മളുടെ കിഡിലം വീഡിയോസുകളായിട്ട് ഞാൻ വരാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.